മഹാലക്ഷ്മി അവസാന ഭാഗം. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. രാവിലെ രുദ്രനുള്ള ചായ കൊടുത്ത് വൈകുന്നേരം കിച്ചണിൽ ചെന്ന് എല്ലാവർക്കുള്ള ചായ എടുത്തു. സാറേ ചായ. ആ മോളെന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, അച്ഛനെന്ന് വിളിച്ചോ. അയ്യോ അതൊന്നും വേണ്ട, ഞാനിവിടുത്തെ ജോലിക്കാരിയല്ലേ, അതുകൊണ്ടൊന്നുമില്ല, അങ്ങനെ വിളിച്ചാൽ മതി അവനെ. അതുമാത്രമല്ല എന്നെ മുത്തശ്ശിന്നും വിളിച്ചു. മായ ഒരു നിമിഷം അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ അനുസരിക്കില്ലാന്നുണ്ടോ? അനുസരിക്കാം, ഞാൻ അങ്ങനെ വിളിച്ചോളാം. ആ എന്നാ എന്നെ ഒന്ന് മുത്തശ്ശിന്ന് വിളിച്ചേ. മുത്തശ്ശി? തല കുനിച്ചല്ല, എന്റെ മുഖത്ത് നോക്കി വിളിക്ക്. ചിരിച്ചോണ്ട് വിളിക്കണം. മായി തല ഉയർത്തി ഒരു പുഞ്ചിരിയോടെ വിളിച്ചു. മുത്തശ്ശി. അയ്യോ എന്താ സുഖം, എന്റെ ദേവൂട്ടം വിളിക്കണ പോലെ. അവൻ കേൾക്കണ്ട. അവൻ കേട്ടാരെന്താ, എന്നെ പുഴുങ്ങി തിന്നു അവൻ. ദേ വരുന്നുണ്ട്, നേരിട്ട് തന്നെ ചോദിച്ചോ. ഓഫീസിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വരുന്ന രുദ്രനെ കണ്ടതും ഉണ്ണിയമ്മയൊന്ന് പരിങ്ങി. എന്റെ മഹാദേവ, ഞാൻ പറഞ്ഞ പോലെ അവൻ കേട്ട് കാണും. നിനക്കൊന്നും പറയായിരുന്നില്ലേ മാധവ? അയ്യോ എന്താ ഒരു പേടി. പണ്ട് എന്റെ അച്ഛനെ വരച്ചവരിൽ നിർത്തി എന്റെ അമ്മ തന്നെയാണോ ഇത്? നീ പോടാ. ദേ അവൻ വരുന്നുണ്ട്, മുഖം കണ്ടിട്ട് നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നുണ്ട്. എന്നാ അവന്റെ മുഖത്ത് കലിപ്പ് കാണാത്ത? വേഗത്തിൽ ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ട് മാധവൻ ചോദിച്ചു. സമയം 8:30 കഴിഞ്ഞല്ലേ ഉള്ളൂ, നീ എങ്ങോട്ടാ ഇത്ര നേരത്തെ? 9 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് അച്ഛാ. അതാ അമ്മണോർന്നോ? അവളോനൊന്ന് കുളിയും കഴിഞ്ഞ് ചായ കുടിക്കുക. അടുത്തിരിക്കുന്ന മൈ രുദ്രനെ അമർത്തി നോക്കി. അതുകൊണ്ട് മൈ പേടിയോടെ തലതാഴ്ത്തി. ജാനി ചേച്ചി വന്നില്ലല്ലോ, അവ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. ഏയ് വേണ്ട മോനെ, ലക്ഷ്മി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. മോളെ അവന് വിളമ്പി കൊടുക്ക്. മൈ ഒരു പേടിയോടെ രുദ്രനെ നോക്കി. എന്താണ് നോക്കുന്നത്? പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു നോക്കണേ. അവന്റെ പെട്ടെന്നുള്ള അലർച്ചയിൽ മായി പേടിച്ചുപോയി, കണ്ണുകൾ നിറഞ്ഞൊഴി. അതുകൊണ്ട് രുദ്രൻ കലിയോടെ പറഞ്ഞു. എവിടുന്ന് കിട്ടിയാച്ചാ ഇവിടെ? എന്ത് പറഞ്ഞാൽ നീ ഒന്ന് മോയിക്കോളും. ഇതിന് മാത്രം കണ്ണീരുണ്ട് നിന്റെ കണ്ണില്? മോനെ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അതൊരു പാവാണോ പാവയ്ക്കാണെന്ന് കണ്ടറിയാം. നീ ഒന്നും മിണ്ടായിരിക്കടാ മോളെ, ചെല്ല്. മായി കണ്ണുടച്ച് കിച്ചണിലേക്ക് പോയി. രുദ്രൻ ആ നിമിഷം മഹിയെ തിരിഞ്ഞു നോക്കി. അഴിഞ്ഞിടക്കുന്ന അവിടെ കാർക്കൂന്തൽ കാണെ രുദ്രൻ മനസ്സിലോർത്തു. എന്ത് നല്ല മുടിയവൾക്ക്, അതിൽ നിന്നും വമിക്കുന്ന കാച്ചി എണ്ണയുടെ സുഗന്ധവും. അതുമാത്രമല്ല അടുത്തു വരുമ്പോ നല്ല ചെമ്പകപ്പൂവിന്റെ വാസന. ഹോ, ശരിക്കും ഒരു മഹാലക്ഷ്മി തന്നെ. സാറേ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ആലോചനയോടെ നിൽക്കുന്ന രുദ്രനെ നോക്കി മഹി പറഞ്ഞു. രുദ്രൻ ടേബിളിൽ വന്നിരുന്ന് കഴിച്ചു. പാലപ്പവും ചിക്കൻ ഇഷ്ടവും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത്. തന്റെ ഇഷ്ടഭക്ഷണം കണ്ടപ്പോൾ തന്നെ രുദ്രന്റെ വായിൽ കപ്പലോടി. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന രുദ്രനെ മാധവനും ഉണ്ണിയമ്മയും പരസ്പരം നോക്കി. അവരുടെ ചുണ്ടിലെ ഒരു പുഞ്ചിരി മുട്ടിട്ടു. കഴിച്ച ശേഷം കൈ കഴുകാൻ പോയി മഹി. ആ നേരം അവൻ കഴിച്ച പാത്രങ്ങളെടുത്ത് കിച്ചണിലേക്ക് പോയി. കൈ കഴുകി വന്ന ശേഷം രുദ്രൻ കിച്ചണിലേക്ക് നോക്കി. അവിടെ തിരിഞ്ഞെന്ന് ശ്രീദേവിക്കുള്ള ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പുകയാണ് മഹി. രുദ്രൻ അവളുടെ അരികിലേക്ക് ചെന്നു. തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ മഹി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടുമുന്നിൽ രുദ്രൻ. എന്താ സാറേ? നീ കഴിച്ചോ? ഇല്ല, ദേവിയമ്മക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ദേവിയമ്മയോ? എന്താ അമ്മയെ നീ എന്നിട്ട് അങ്ങനെ വിളിക്കുന്നത്? എന്നോട് അങ്ങനെ വിളിക്കാനാ പറഞ്ഞേ. ഭക്ഷണം നന്നായിട്ടുണ്ട്. ഇനി മുതൽ അമ്മയെ നോക്കുന്ന ജോലി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി നിന്റെയാ, കേട്ടല്ലോ. നീ എന്താടി മൂങ്ങയാണോ ഇങ്ങനെ കിടന്ന് മൂളാൻ? വായൊന്ന് വഴി. ശരി, ഞാൻ ചെയ്തോളാം. മൈയൊന്ന് കനപ്പിച്ച് നോക്കിയിട്ട് രുദ്രൻ തിരിച്ചടന്നു. ആന അലറുന്ന പോലെയുണ്ട്. എന്തോന്ന്? ഏയ് ഒന്നുമില്ല സാറേ. രുദ്രൻ ഓഫീസിൽ വന്നു. എല്ലാവരും അവനെ പേടിയോടെ നോക്കി എഴുന്നേറ്റ് വിഷ് ചെയ്തു. എന്നാൽ തിരിച്ചൊന്നും മിണ്ടാതെ തന്നെ ക്യാബിനിൽ ചെന്നിരുന്നു. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാണോ? ഓക്കെ, ഞാനിത് വരുന്നു. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയവൻ പിന്നീട് വളരെ സന്തോഷത്തിലാണ് തന്റെ ക്യാബിനിലേക്ക് തിരിച്ചു വന്ന്. ഏറെ നാളത്തെ തന്റെ പുതിയ ബിസിനസ് ഡീൽ കിട്ടിയതിന്റെ സന്തോഷം. ഇന്നത്തെ ദിവസം കൊള്ളാം, വിചാരിച്ച കാര്യമെല്ലാം നടക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ അവളെ കണി കണ്ടുകൊണ്ടാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, എന്റെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ശ്രീദേവിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീഴ്ചയിൽ കാലിന് ഉൾക്കും നടുവിന് ചെറിയൊരു വേദനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൈ വന്നതോടെ പതിയെ പതിയെ ശ്രീദേവി എഴുന്നേറ്റ് തുടങ്ങി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന രുദ്രൻ കാണുന്നത് ശ്രീദേവിയെ പതിയെ നടത്തിക്കുന്ന മഹിയാണ്. അത് കണ്ടത് രുദ്രന് ഒരുപാട് സന്തോഷം തോന്നി. തന്റെ അമ്മ എഴുന്നേറ്റ് നിൽക്കുന്നു. ഏറെ നാളായി താൻ കാണാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് കണ്ടിരിക്കുന്നു. അവൻ ശ്രീദേവിയുടെ അരികിലേക്ക് ഓടി. അമ്മേ, എന്റെ അമ്മ എഴുന്നേറ്റോ? പിന്നെ എഴുന്നേൽക്കാതെ? ദേ ഈ നിൽക്കുന്ന എന്റെ മോളെ എന്നെ എഴുന്നേൽപ്പിക്കുകയല്ല, ഓടിച്ച് കാണിക്കുന്നതെന്ന് വേണുവേട്ടൻ പറഞ്ഞതാ. അതിപ്പോ സത്യായി. രുദ്രൻ മഹിയൊന്ന് പാളി നോക്കി. നിറഞ്ഞ പുഞ്ചിരിയാണ് അവിടെ മുഖത്ത്. അതുകൊണ്ട് അവന്റെ ചുണ്ടിലെ ഒരു ചെറിയ പുഞ്ചിരി വിളന്നു. ശ്രീദേവിയെ ചേർത്ത് പിടിച്ചടക്കുന്ന മഹിയെ ഒരു നിമിഷം കണ്ടപ്പോൾ സന്തോഷത്തോടൊപ്പം ഒരു കുഞ്ഞു അസൂയയും രുദ്രനുള്ളിൽ തോന്നി. അമ്മയ്ക്കിപ്പോ ഇവളെ മതി, എന്നത്ര വലിയ മൈൻഡൊന്നുമില്ല. ശരിയാക്കി തരാം.
ഇവളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ട് തന്നെ കാര്യം. നീ എന്റെ അമ്മയെ കയ്യിലെടുത്തു, അച്ഛനെ കയ്യിലെടുത്തു, എന്തിനു പറയുന്നു എന്റെ മുത്തശ്ശിയെ പോലും കയ്യിലെടുത്തു. ഇനി എന്നെ ആരും കയ്യിലെടുക്കുന്നത്? എന്നാലതൊന്ന് കാണല്ലോ. നിന്നെ ഞാൻ കറക്കി വെള്ളം കുടിപ്പിക്കുവടി. രുദ്രൻ മയ്യെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ഡീ! ഒരു ഞെട്ടലോടെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഹോ, പേടിച്ചു പോയല്ലോ. എന്താടാ? എടീ, പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാം. അതല്ലേ പതിവ്. എനിക്കിപ്പോ ചായ കുടിക്കാനും മൂടില്ല, വെള്ളം കുടിക്കാനും മൂട്. പോയി എടുത്തിട്ട് വാടി. മായി പോവാൻ നിന്നോ ശ്രീദേവി അവളെ പിടിച്ചു നിർത്തി. ദേവൂട്ടാ, വെള്ളം നീ പോയി എടുത്ത് കുടിക്ക്. ഇവൾക്ക് ഇവിടെ പണിയുണ്ട്. എന്തു പണി? എന്റെ അമ്മയുടെ അടുത്ത് ഒട്ടി നിൽക്കലാണോ ഇവളുടെ പണി? അമ്മയെ നോക്കുന്ന പണി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ഞാൻ അവളെ ഏൽപ്പിച്ചിരുന്നാണ്. എടി, ഇവിടെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നീ? ആ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പോയി വിളമ്പി വെക്കടി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി. അതും പറഞ്ഞ മായി അവിടുന്ന് പോയി. നിനക്ക് എന്താ ദേവൂട്ടാ ലക്ഷ്മിയെ കാണുമ്പോൾ ചെകുത്താൻ കുരിശേണ്ട പോലെ പെരുമാറുന്നത്? അതെ, അവളൊരു കുരിശ് തന്നെയാ. വേണമെങ്കിൽ അമ്മയുടെ തലയിൽ വെച്ചോ. ഞാൻ വെക്കുന്നതിനേക്കാളും നല്ലത് നീ വെക്കുന്ന. എന്തോന്ന്? അല്ല, പണ്ട് യേശു ഒരു കുരിശെടുത്ത് വെച്ചില്ലേ, അതിനെ പറ്റി പറഞ്ഞ. ഒടുക്കാ കുരിശിൽ തന്നെയാ യേശുവിനെ ആണിയടിച്ച് കയറ്റിയതും. അതുപോലെ ലക്ഷ്മി എന്ന കുരിശിനെടുത്ത് എന്റെ തോളിൽ വെച്ച് തന്നെ ആ കുരിശിൽ ആണിയടിച്ചേറ്റ അമ്മയ്ക്ക് വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് കുഴിച്ചു മുടിക്കോ. വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു കുരിശും കുത്തിവെച്ചോ. അപ്പൊ പിന്നെ അത് അവിടുന്ന് ഉയർന്നു വരില്ല. ദേവൂട്ടാ. ഇല്ല അമ്മേ, ഇനിയും വെടിവേഷം കേട്ട് എനിക്ക് വയ്യ. അമ്മ വെറുതെ സ്വപ്നം കാണരുത്. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ തന്നെ മുറിയിലേക്ക് പോയി. രാത്രി പുറത്തേക്കുള്ള ബാൽക്കണിയിൽ നിൽക്കുകയാണ് രുദ്രൻ. അവന്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി. വേണ്ട, ഒന്നും വേണ്ട, ഈ ജീവിതം ഇങ്ങനെ പോട്ടെ. പിറ്റേന്ന് രാവിലെ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് രുദ്രൻ എഴുന്നേറ്റു. വാതിൽ തുറന്ന് മുന്നിൽ ചായയുമായി മഹി നിൽക്കുന്നു. ചായ? രുദ്രൻ ചായ വാങ്ങി കുടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ദേ, ആ കിടന്ന് പിന്നിലുണ്ട്, പോയി എടുത്തോ. എന്നിട്ട് ഈ റൂം ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്യണം. ശരി സർ. മായി അരികിലൂടെ മുറിയിലേക്ക് കയറിപ്പോയ നിമിഷം കളഭത്തിന്റെ നല്ല ഗന്ധമുണ്ടായിരുന്നു. അവനത് ആവോളം ആസ്വദിച്ചു. എന്റെ അമ്മേ, എന്തും മണാ ഇവൾക്ക്. രുദ്രൻ തിരിഞ്ഞു നോക്കി. കുനിഞ്ഞെന്ന് തന്റെ തുണികൾ കയ്യിലേക്ക് എടുക്കുകയാണ് അവൾ. നീളമുള്ള അവളുടെ മുടി അവളോടൊപ്പം വീണ് കിടപ്പുണ്ട്. രുദ്രന്റെ ഡ്രസ്സെല്ലാം എടുത്ത് തിരിഞ്ഞു നോക്കിയ മഹി കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന രുദ്രനെയാണ്. ഒരു നിമിഷം അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി വരുന്ന മഹിയുടെ മുന്നിലേക്ക് രുദ്രൻ കയറി നിന്നു. അവൾ പേടിയോടെ അവിടെ നിന്നു. എന്തിനാണ് ഈ തല കുനിച്ച് നിൽക്കുന്നേ? എന്റെ മുഖത്ത് നോക്കടി. മഹി രുദ്രനെ തല ഉയർത്തി നോക്കി. നീ അമ്പലത്തിൽ പോയോ? ആ, പോയി. നിന്നെ നല്ല കളപ്പത്തിന് മണമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. പിന്നെ നിന്നെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരി, വഴിന്ന് മാറി, എനിക്ക് പോണം. പോക്കോ. രുദ്രൻ മാറിയെന്നോ മഹിയൊരു ഓട്ടമായിരുന്നു. അതുകൊണ്ട് രുദ്രൻ അറിയാവുന്ന പുഞ്ചിരിച്ചു പോയി. ചായ കുടിച്ചു കഴിഞ്ഞ് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറിയ നിമിഷം മഹി വേഗം രുദ്രന്റെ റൂം ക്ലീൻ ചെയ്തിട്ടു. ഹരി, നീ ഇതെങ്ങോട്ടാ? അമ്മേ, എന്റെ ഫ്രണ്ട്സിന് ചെറിയ പാർട്ടി എടുക്കണം, ഞാൻ അവിടെ അടുത്തേക്ക് പോവാ. അതും പറഞ്ഞ് ഹരി അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. ഒരു കുന്നിന്റെ മുകളിലാണ് ഹരിയും ഫ്രണ്ട്സും കൂടിയത്. എന്താടാ പെട്ടെന്നൊരു പാർട്ടി? നിനക്ക് ലോട്ടറി അടിച്ചോ, അതോ മഹിക്ക് വിശേഷം ഉണ്ടോ? കൂട്ടത്തിലെടുത്ത് ഹരിയോട് ചോദിച്ചു. ഒരു നല്ല ലോട്ടറി അടിച്ചു. പിന്നെ മഹിയുടെ വിശേഷം, അവൾക്ക് ഈ ജന്മം ഒരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ ഒഴിവാക്കി ഇപ്പൊ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച വിവാഹം, അതിന്റെ പാർട്ടി അത്, എല്ലാവരും വരണം, ഓക്കെ? ഹരി പറഞ്ഞ കാര്യം കേട്ട് അവനെ 4 കൂട്ടുകാരും ഞെട്ടി നിന്നു. എന്താണ് നീ പറഞ്ഞ്? മഹി നീ ഒഴിവാക്കിയെന്നോ? എന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നെന്നോ? ഹരി, നീ എന്താ തമാശ പറയണോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അതിലൊരുവൻ ചോദിച്ചു. ഹരി എല്ലാവരോടും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും കൂട്ടത്തിൽ തന്റെ കൈ ഹരിയുടെ കരണം പുകച്ചു. ഹരി ഞെട്ടലോടെ അവനെ നോക്കി. എടാ, നീ മിണ്ടരുത്, ഇനി നീ വായൂർന്ന കൊല്ലും ഞാൻ. ദ്രോഹി, ആരുമില്ലാത്തൊരു പാമ്പിടിനെ പച്ചക്ക് ചതച്ചില്ലടാ നീ. എടാ, ഞാൻ നിർത്താ. നീ ഇനി ഒന്നും പറയണ്ട, അവൻ പറഞ്ഞ ഞങ്ങൾക്കും പറയാനുള്ളൂ. മഹിയെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവളുടെ പിന്നാണെന്ന് ഇഷ്ടം പിടിച്ച് വാങ്ങി നീയല്ലേ? അന്ന് അവള് പറഞ്ഞല്ലേ ആരില്ലാത്ത അനാഥയാണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞു? നിനക്കതൊന്നും പ്രശ്നമല്ല, പൊന്നുപോലെ നോയിക്കോളാം, എന്തു വന്നാലും കൂടെ ഉണ്ടാവും, മരണം വരെ കൈവിടില്ലെന്ന്. എന്നിട്ട് കുറച്ച് പണം കയ്യിൽ വന്നപ്പോ നിനക്ക് അവളൊന്നിനും കൊള്ളാത്തവളായല്ലേ? എടാ, അവൾക്കൊരു അമ്മയാവാൻ കഴിവില്ല, പിന്നെ മരുന്ന് കഴിച്ച് എത്ര നേരം കാത്തിരിക്കണം? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? മരുന്നിലൂടെയും ചികിത്സയിലൂടെയും ഉണ്ടാകുന്ന കുഞ്ഞിനെ എന്ത് കുറവാടാ? എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ. ഹരി ഇപ്പോഴും വൈകിട്ടില്ല, നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, തിരിച്ചു വരും. പാവടാ അവള്. എനിക്കതിനൊന്നും പറ്റില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങൾ വിവാഹത്തിന് വരണം. ഇല്ല ഹരി, ഞങ്ങളുണ്ടാവില്ല. കല്യാണത്തിന് മാത്രമല്ല, നിന്റെ ജീവിതത്തിലും. കാരണം നിന്റെ വിവാഹത്തിൽ മാത്രമല്ല, അന്ന് വിളമ്പുന്ന നിന്റെ വിവാഹ സദ്യയിലും മഹാലക്ഷ്മിയുടെ കണ്ണുനീരുണ്ടാവും. അതിന്റെ പങ്കുപറ്റാൻ ഞങ്ങൾ ഉണ്ടാവില്ല. നീ ഒന്നോർത്തോ, ഞങ്ങൾ 4 പേരുടെയും മുമ്പിൽ വെച്ച് മാത്രമല്ല, അമ്പലനടയിൽ വെച്ച് ദൈവത്തെ മുൻനിർത്തി താലിയിട്ടാ നീ അവളെ. അത് മറക്കരുത്. എന്തായാലും നീ എല്ലാം തീരുമാനിച്ചു, ഇനി ഞങ്ങളെന്തു പറയാൻ?
ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ നമുക്ക് പോവാ. നോക്കരി, മഹിയെ ഒഴിവാക്കിയതുപോലെ നീ ഞങ്ങളെ ഒഴിവാക്കിയേക്ക്. ഓക്കെ, ഗുഡ് ബൈ. അത്രയും പറഞ്ഞ് അവർ 4 പേര് അവിടുന്ന് പോയി. ആകെയുണ്ടായിരുന്ന സൗഹൃദം കൂടി ഇപ്പോൾ എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഹരി ഒരു വേദനയോടെ വീട്ടിലേക്ക് വന്നു. എന്താ മോനെ? അംബിക ഹരിയുടെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു. ഹരിയെല്ലാം പറഞ്ഞു. സാരമില്ല, അല്ലെങ്കിൽ തന്നെ നിന്നെ വേണ്ടാത്ത കൂട്ടുകാരൻ നിനക്കെന്തിനാ? ഹരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അംബിക പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഹരിയുടെയും ഗീതാഞ്ജലിയുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് പോവാൻ നേരം ഗൗതമിനെ കയ്യിലെടുത്ത് പൊട്ടിക്കരയുന്ന ഗീതുവിനെ കണ്ടതും ഹരി വല്ലായ്മയോടെ നോക്കി. ഒടുവിലാർ ഹരിയുടെ വീട്ടിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കി. രാത്രി ഹരിയുടെ മുറിയിലേക്ക് ഗീതു വന്നു. വാ ഗീതു, എന്താണ് നിൽക്കുന്നത്? ഗീതു പെട്ടെന്ന് തന്നെ വാതിലടച്ച് കയ്യിലെ പാൽ ഗ്ലാസ് ഹരി കൊടുത്തു. ഹരി കുടിച്ച ശേഷം ഗീതുവിന് കൊടുത്തു. വേണ്ട ഹരി, ഞാൻ പാൽ കുടിക്കാറില്ല. ഹരി മുഴുവൻ കുടിച്ചോളൂ. പിന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നു. അല്ല ഗീതു, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? പ്ലീസ് ഹരി, എനിക്കൊന്ന് ഉറങ്ങണം. പിന്നെ ആദ്യം നമ്മൾ പരസ്പരം മനസ്സിലാക്കട്ടെ, എന്നിട്ട് മതിയല്ല, ഇപ്പോൾ ഒന്നും വേണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞ് ഗീതു തിരിഞ്ഞു കിടന്നു. ഹരിക്ക് താൻ വിചാരിച്ച കാര്യം നടക്കാത്തിന് വല്ലാത്ത ദേഷ്യം തോന്നി. ഓരോന്നോർത്ത് അവനും ചെരിഞ്ഞു കിടന്നു. ശ്രീദേവി ഇപ്പോൾ പതുക്കെ തനിയെ നടക്കാൻ തുടങ്ങി. രാത്രി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവർ. ശ്രീ, എന്താ മാധവേട്ടാ? എന്താണോ ഒറ്റക്കൊരു നിപ്പ്? ലക്ഷ്മിയോളവിടെ? എനിക്കുള്ള കഞ്ഞിയെടുക്കാൻ പോയേക്കുക. വേണു വിളിച്ചിരുന്നു? അറിഞ്ഞ്. ഹരി വീണ്ടും വിവാഹം കഴിച്ചു അല്ലേ? ലക്ഷ്മി പറഞ്ഞോ? ആ, എന്നെ മുന്നിൽ നിന്ന് കുറേ കരഞ്ഞു. പാവം കുട്ടി, കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തു ചെയ്യാനാണോ, ചില മനുഷ്യരിങ്ങനെയാ. ഇതൊക്കെ ആ കുട്ടിയുടെ വിധിയായിട്ട് കണ്ടാൽ മതി. അവരുടെ സംസാരം കേട്ടുകൊണ്ട് പുറകിൽ ഉത്തരനും ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവൻ തിരിഞ്ഞ് മഹിയെ നോക്കി. തൻ്റെ അമ്മയ്ക്കുള്ള ഭക്ഷണം എടുക്കുകയാണ്. മുഖം വാടിയിട്ടുണ്ട്. ഒരു നിമിഷം അവൻ അവളോട് പാവം തോന്നി. അതേസമയം ഹരിയോട് ദേഷ്യവും. എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് രുദ്രൻ തന്നെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന്, അമ്മേ, ലക്ഷ്മിയുടെ? അവൾ അടുക്കളയിലുണ്ട്. എന്താടാ? അപ്പോഴാണ് രുദ്രനുള്ള ചായയുമായി മഹി വന്ന്. സാറേ, ചായ. എനിക്ക് വേണ്ട, നീ വേഗം റെഡി ആയിട്ട് വാ, അമ്പലത്തിൽ പോകണം. സാറ് പോയിക്കോളൂ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നീയും വരണം. എന്താ, പറ്റില്ല നിനക്ക്? രാവിലത്തേക്കുള്ളൊന്നും ആയിട്ടില്ല, ജോലിയുണ്ട്. സാറ് പോയിക്കോ. പറ്റില്ല, നീയും വരണം. പിന്നെ ഇന്നത്തെ ഫുഡ് ജാനി ചേച്ചി ഉണ്ടാകട്ടെ. നീ വേഗം ചെല്ല്, 5 മിനിറ്റ് അതിനുള്ളിൽ വരണം. മഹി പേടിയോടെ ശ്രീദേവിയെ നോക്കി. ശ്രീദേവി സമ്മതമെന്നോണം കണ്ണുകളടച്ച് തലയണക്കി. മഹി വേഗം ഒരു സെറ്റ് കൊണ്ടെടുത്തു. മിതമായിട്ട് ഒരുങ്ങി വന്ന രുദ്രൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. അതുകൊണ്ട് ശ്രീദേവിയുടെ ചുണ്ടിലൊരു പുൻസിരി മുട്ടിട്ടു. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. ശരി മോനെ, പോയിട്ട് വാ. അവർ പോയ ശേഷം മാധവനും മുത്തശ്ശി അവിടേക്ക് വന്നു. എന്താ ശ്രീദേവി ഒരു ചിരിയൊക്കെ? മക്കളൊക്കെ എവിടെ പോയതാ? അവരമ്പലത്തിൽ പോയി അമ്മേ. എൻ്റെ മകൻ മാറി തുടങ്ങിയെന്ന് തോന്നുന്നു മാധവേട്ട. നമ്മുടെ ആ പഴയ ദേവൂട്ടം നമുക്ക് തിരിച്ചു കിട്ടാൻ പോവാ. എങ്ങനെ പറയാം, അവർ തിരിച്ചു വരട്ടെ, കാത്തിരിക്കൂ. മാധവനൊരു ചിരിയോടെ ശ്രീദേവിയെ നോക്കി. അമ്പലത്തിലെത്തി കണ്ണടച്ച് തൊഴുതു പ്രാർത്ഥിച്ചു നിൽക്കുന്ന മഹിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്ത് രുദ്രൻ പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് മഹാലക്ഷ്മി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സമ്മതമാണോ എൻ്റെ പെണ്ണാവാൻ? ഞെട്ടി കണ്ണുറന്ന മഹി കാണുന്നത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മഹാദേവന്റെ മുഖമാണ്. ഒരു നിമിഷം എന്താണ് സംഭവിച്ച് താൻ കേട്ട സത്യമാണോ എന്നറിയാൻ തലയിരിച്ച് തന്റെ അരികിൽ നിൽക്കുന്നവനെ നോക്കി. അവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. തൊഴുതു കഴിഞ്ഞതും മഹിയെ നോക്കി അവൻ പറഞ്ഞു. വാ, നമുക്ക് പോവാം. കാറിലിരിക്കുമ്പോൾ മഹി രുദ്രനെ പാളി നോക്കി. തികച്ചും ഗൗരവം. തന്നെ നോക്കുന്ന പോലുമില്ല. എന്നാലും താൻ കേട്ടതാണ്, കണ്ണു തുറന്നപ്പോൾ കണ്ടതാണ്. ഇനി ശരിക്കും മഹാദേവൻ വന്ന് പറഞ്ഞാണോ? അല്ലല്ല, ചിലപ്പോൾ തോന്നിയതാവും. എന്നാൽ അവിടെ ഭാവങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഒരു ചെറിയ പുൻസിരിയോടെ രുദ്രൻ കാർ ഓടിച്ചു വീട്ടിൽ തിരികെ എത്തിയ ശേഷം. ലക്ഷ്മി, എനിക്കൊരു ചായ വേണം കേട്ടോ. എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി. ശരി. മഹി ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോയ നേരം രുദ്രൻ എല്ലാവരെയും നോക്കിയിട്ട് മുറിയിലേക്ക് പോവാൻ നിന്ന മാധവൻ പിന്നിൽ നിന്ന് വിളിച്ചു. മോനെ, അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ പറയായിരുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവായിരുന്നു. അച്ഛൻ വിഷമിക്കണ്ട, ഇന്ന് എനിക്ക് അവളെയും കൊണ്ട് പോകണം തോന്നി. അധികം വൈകാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. എന്താ, അതുപോലെ മുത്തശ്ശി? അത് മതി, ഞങ്ങൾ കാത്തിരുന്നോളാം. രുദ്രൻ ഒരു ചിരിയോടെ റൂമിലേക്ക് പോയി. ശ്രീദേവി, നീ പറഞ്ഞ നേരാ, നമ്മുടെ ആ പഴയ ദേവൂട്ടം തിരിച്ചു വരും. എല്ലാവരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു. സാറേ, ചായ. ബാൽക്കണിൽ നിൽക്കുന്ന രുദ്രന്റെ അരികിലേക്ക് ചായയുമായി മഹി വന്നു. രുദ്രൻ ചായ വാങ്ങി കുടിച്ചുകൊണ്ട് മഹിയെ നോക്കി. അവനെ നോട്ടം കണ്ടത് മഹി കിടന്ന് വിറക്കാൻ തുടങ്ങി. ഞാൻ പോട്ടെ, കുറച്ച് ജോലിയുണ്ട്. ലച്ചു. തിരിഞ്ഞിടന്ന മഹിയെ നോക്കി രുദ്രൻ വിളിച്ചു. അവന്റെ സ്നേഹം നിറഞ്ഞ ആ വിളി ലച്ചു തിരിഞ്ഞു പോലും നോക്കാനാവാതെ നിന്നു. രുദ്രൻ ചായക്കപ്പ് സൈഡിൽ വെച്ച് മഹിയുടെ മുമ്പിൽ വന്നിന്നോട് ചോദിച്ചു. അമ്പലത്തിൽ വെച്ച് നിന്റെ ചെവിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നീ അത് കേട്ടിട്ടൊന്നും മിണ്ടാതിരുന്നു. മഹി ഞെട്ടിലോടെ രുദ്രനെ നോക്കി. അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണവൻ. പറ, സമ്മതമാണോ നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ? അല്ല. അതെന്താ? എൻ്റെ വിവാഹം കഴിഞ്ഞതാ. മാത്രമല്ല, ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണാ ഞാൻ. എൻ്റെയും കഴിഞ്ഞതാണല്ലോ. എന്നെ എൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ?
അല്ല, ഒരിക്കലും അല്ല. എൻ്റെ ഭർത്താവിനെ ഉപയോഗിച്ചതിനൊരു കാരണമുണ്ട്. ആ കാരണം അറിഞ്ഞ സാറു എന്നെ ഒഴിവാക്കും. അത്രയും പറഞ്ഞ് രുദ്രനെ മറികടന്ന് പോകാൻ പോയ മഹിയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. മഹി ഞെട്ടിലോടെ രുദ്രനെ നോക്കി. അവന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിറി. അതുകൊണ്ട് രുദ്രൻ പറഞ്ഞു, അടങ്ങി നിൽക്കണേ, എന്തിനാ കിടന്ന് പിടക്കുന്നത്? എന്നെ വിടും, എനിക്ക് പോകണം. വീട്ടിലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. അതിന് നിന്റെ ശബ്ദം പുറത്തു പോയെങ്കിലല്ലേ? നീ ഒച്ച വെക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഉമ്മ വെക്കും. മഹി പേടിയോടെ രുദ്രനെ നോക്കി. രുദ്രൻ വല്ലാത്തൊരു ഭാഗത്തോടെ മഹിയെ നോക്കി. മഹി അതുകൊണ്ട് വിറക്കാൻ തുടങ്ങി. പെട്ടെന്ന് രുദ്രൻ പൊട്ടിച്ചിരിച്ചു. നീ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. പിന്നെ നീ സമ്മതിക്കാതെ കാരണം എനിക്കറിയാം. ഇന്നലെ അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേട്ട് ഞാൻ വീണങ്ങളെ വിളിച്ചിരുന്നു. എന്നോടെല്ലാം പറഞ്ഞു. ആ നിമിഷം ഞാൻ ഉറപ്പിച്ച നിന്നെ എനിക്ക് വേണമെന്ന്. നോക്കിലേച്ചു, ഞാൻ ഹരിയല്ല. ഒരിക്കലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ നിന്നെ വെറുക്കില്ല, ഉപേക്ഷിക്കില്ല. നമുക്ക് കുട്ടികളുണ്ടാവും. എനിക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് ആലോചിച്ച് പോസിറ്റീവായൊരു മറുപടി എനിക്ക് ഉടനെ തരണം. ഓക്കെ? അത്രയും പറഞ്ഞുകൊണ്ട് മയിൽ നിന്ന് പിന്മാറി അവൻ തിരിഞ്ഞെന്നു. മായി ഒന്നും മിണ്ടാതെ താഴേക്ക് ചെന്നു. അവളുടെ മുഖം കണ്ട് മൂന്നുപേരും കാരണം ചോദിച്ചു. നടന്ന സംഭവം എല്ലാം അവരോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം മാധവൻ മഹിയുടെ അരികിൽ വന്നു. മോളെ, അവൻ പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വീടിന്റെ മരുമകളായിട്ട് നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സമ്മത. പിന്നെ മോള് പറഞ്ഞ പ്രശ്നം, അതിനൊക്കെ ഇപ്പൊ ചികിത്സയില്ലേ, ഹോസ്പിറ്റലുണ്ട്, ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. മോളൊരു അമ്മയാവും. മോൾക്ക് സമ്മതാണോ എന്റെ മോനെ വിവാഹം കഴിക്കാൻ? മാധവന്റെ വാക്കുകൾ കേട്ട് മയുടെ ഉള്ളിലും ചെറിയ പ്രതീക്ഷ വന്നു. അവൾ മാധവന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എന്റെ മോള് കരയരുത്, നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഒരുപാട് ആലോചനയ്ക്ക് ശേഷം മൈ തന്റെ സമ്മത രുദ്രനെ അറിയിച്ചു. അവന്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചു. ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും വേണുവിന്റെയും മുന്നിൽ വെച്ച് രുദ്രൻ മഹിക്ക് താലിയാർത്തി. മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി എല്ലാവരിലും ആ നിമിഷം ഉണ്ടായിരുന്നു. രാത്രി രുദ്രന്റെ മുറിയിലേക്ക് പോവാതെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മഹിയെ കാണി ശ്രീദേവി അവിടെ അരിയിലേക്ക് ചെന്നു. അല്ല, മോളിതുവരെ പോയില്ലേ? ദേ, ആ പാലെടുത്ത് അവന്റെ മുറിയിലേക്ക് ചെല്ല്. അമ്മേ, ഞാൻ പോണോ? ഞാനൊന്ന് അമ്മയുടെ കൂടെ കിടന്നോളാം പ്ലീസ്. അയ്യേ, അതൊന്നും ശരിയാവില്ല. ഞാനേ ഇനി മുതൽ എന്റെ കെട്ടിയവന്റെ കൂടെ കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ മോള് നേരം കളയാ വേഗം അങ്ങോട്ട് ചെല്ല്. കയ്യിലൊരു പാൽ ഗ്ലാസും കൊടുത്ത് ശ്രീദേവി മഹിയെ ഉന്തിത്തള്ളി രുദ്രന്റെ മുറിയിലേക്ക് വിട്ടു. വാതിലിന്റെ മുമ്പിൽ നിന്നതും നെഞ്ചിപ്പോൾ ഇടിച്ചു പൊട്ടുമെന്നായി. എന്ത് വരട്ടെ, അങ്ങോട്ടേക്ക് ചെല്ലാം. വാതിൽ തുറന്ന് മഹി അകത്തേക്ക് കയറി. അവിടെ കട്ടിൽ കിടന്ന് ഫോൺ നോക്കിയാണ് രുദ്രൻ. അവൻ മുഖം ചരിച്ച് അവൾ നോക്കി ഫോൺ മാറ്റി വെച്ചൊരു ചിരിയോടെ പറഞ്ഞു, ആ വാതിലടച്ച് വേഗം അടി വന്നേ, എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. മഹി ഒരു വിറയലോടെ ഇല്ലെന്ന് തലയണക്കി. അത് കണ്ട് രുദ്രൻ എഴുന്നേറ്റ് വാതിലടച്ച് കുറ്റിയിട്ട് അവളുടെ അരിയിലേക്ക് ചെന്നു. എന്താലോചിച്ചു ഇങ്ങനെ? നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ, നീ എന്റെ ഭാര്യയും. അത് കേട്ടൊരു വിറയലോടെ മഹി പാൽ ഗ്ലാസ് രുദ്രൻ നേരെ നീട്ടി. സാറേ, പാല്. അത് കേട്ട് രുദ്രൻ ദേഷ്യം വന്നു. നീ എന്താടി, എന്റെ സ്റ്റുഡന്റ് ആണോ എന്നെ സാറേന്ന് വിളിക്കാൻ? അല്ല. പിന്നെ നീ എന്താ ആരാ? ഭാര്യ. അപ്പൊ എന്നെന്താ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടത്? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? അല്ല, രണ്ടു പേരുണ്ടല്ലോ, രുദ്രനും ദേവനും. ഇതിലേതാ വിളിക്കണ്ടേ? നിനക്ക് ഏത് പേര് വിളിക്കാൻ ഇഷ്ടം അത് വിളിക്കേ. ദേവേട്ടാന്ന്. എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടം. അതുപോലെ. അവളുടെ ദേവേട്ട എന്നുള്ള വിളി അവന്റെ ദേഷ്യം പാടെ വിട്ടുപോകുന്ന അവൻ അറിഞ്ഞു. ഒരു പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് പാലുവായും കുടിച്ചു. ശേഷം ബാക്കി അവളെയും കുടിപ്പിച്ച് ഗ്ലാസ് മേശമേൽ വെച്ച് മഹി അരിയിലേക്ക് ചേർത്ത് പിടിച്ചു. ഇങ്ങനെ നിന്നാ മതി, നമുക്ക് കിടക്കേണ്ട ലച്ചു. മഹി നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് രുദ്രൻ അവളെ ഇരുകൈകളിൽ കോരിയെടുത്ത് കട്ടിൽ കിടത്തി. അവനും കിടന്നു. ആ രാത്രിയിൽ പരസ്പരം പ്രണയം പങ്കുവെച്ചവർ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രാത്രിയും പകലും മത്സരിച്ചുള്ള അവരുടെ പ്രണയ നിമിഷങ്ങളായിരുന്നു. അതിനൊപ്പം മഹിയുടെ ചികിത്സകളും നടന്നുപോയി. ഒരു ദിവസം, അമ്മേ എന്താ, എന്തുപറ്റി, എന്തിനോട് വരാൻ പറഞ്ഞേ? പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ ശ്രീദേവി വിളിച്ചതിനെ തുടർന്ന് ഓടിക്കതച്ച് വന്നതാണ് രുദ്രൻ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അവൻ ചോദിക്കുന്ന കേട്ടില്ലേ എന്ത് പറ്റിയെന്ന്. ഞാനെന്ത് ഒപ്പിച്ചെന്ന് അമ്മ പറയുന്നേ? എന്നാലും എന്റെ ദൈവൂട്ടാ, ലക്ഷ്മി മോളെ നീ ഇങ്ങനെ തളർത്തി കളഞ്ഞല്ലോ. മുത്തശ്ശി ലച്ചുവിനെന്ത് പറ്റി? അവളോടെ? അച്ഛാ, ലച്ചുവിടെ? മുറിയിലുണ്ട്, നീ ചെന്ന് നോക്ക്, ആകെ തളർന്ന് കിടക്കുക. ലച്ചു! അലറി വിളിച്ചോണ്ട് രുദ്രൻ മുറിയിലേക്ക് ഓടി. അതുകൊണ്ട് മൂന്നുപേരൊരു ചിരിയോടെ പരസ്പരം നോക്കി. മുറിയിലെത്തിയതും കണ്ട് കട്ടിൽ വാടി തളർന്ന് കിടക്കുന്ന മഹിയെ. ലച്ചു മോളെ, എന്താടാ, എന്തുപറ്റി? ഒരു പൊട്ടിക്കരച്ചിലോടെ എഴുന്നേറ്റ് മഹി രുദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുകൊണ്ട് രുദ്രൻ പേടിയോടെ ചോദിച്ചു, എടി കരയാതെ കാര്യം പറയടി. മഹി പെട്ടെന്ന് രുദ്രന്റെ വായ പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒച്ച വെക്കല് ദേവേട്ടാ, നമ്മുടെ മക്കൾ പേടിച്ചു പോകും. രുദ്രൻ ഞെട്ടലോടെ മഹിയുടെ കൈയെടുത്ത് മാറ്റി ചോദിച്ചു, സത്യമാണ് ലച്ചു, നമ്മുടെ മക്കൾ വന്നോ? ഒരാളല്ല, രണ്ടുപേരായി ഇവിടെ. രുദ്രന്റെ വലതയെടുത്ത് എന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പ്രാർത്ഥനകളും ചികിത്സകളെല്ലാം ഫലിച്ചു, നമുക്ക് മക്കൾ വരാൻ പോവാ.
അവർ നമ്മൾ അച്ഛനും അമ്മയെന്ന് വിളിക്കും അല്ലേ ദേവേട്ടാ? പ്രതീക്ഷയോടെ പറയുന്ന മഹിയെ നിറകണ്ണുകളോടെ രുദ്രൻ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. എല്ലാവരും മഹിയെ താഴത്തും തറയിലും വെക്കാതെ പൊന്നുപോലെ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ അവസാന ചെക്കപ്പും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോഴാണ് രുദ്രൻ ഒരാളവിടെ വെച്ച് കണ്ടത്. മീര. ഭർത്താവിനൊപ്പം ഡോക്ടറെ കാണാൻ വരികയാണ് മീര. കണ്ടാലറിയാം, മുഖത്ത് പഴയ അഹങ്കാരമില്ല, ആകെ സങ്കടം നിറഞ്ഞു നിൽക്കുന്നു. മഹിയെ ചേർത്ത് പിടിച്ചു വരുന്ന രുദ്രനെ കണ്ടതും മീര ഞെട്ടിലോടെ നോക്കി. അവള് മറികടന്നു പോകുന്ന രുദ്രനെ പുറകിൽ നിന്ന് മീര വിളിച്ചു. രുദ്ര. രുദ്രൻ തിരിഞ്ഞു നോക്കി. മീര അവിടെ അരികിലേക്ക് ചെന്നു. സുഖാണോ? ഇത് ഭാര്യയാണല്ലേ, എന്താ പേര്? മഹാലക്ഷ്മി. അപ്പോഴാണ് മഹിയുടെ വീർത്തിരുന്ന വയറ് മീര ശ്രദ്ധിച്ച്. അങ്ങോട്ട് നോക്കി കണ്ണു നിറക്കുന്ന മീരയെ രുദ്രൻ സംശയഭാവത്തോടെ നോക്കി. എന്താ മീര നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, നീ എന്താ ഇവിടെ? നീയും പ്രഗ്നന്റ് ആണോ? അത് കേട്ടത് മീര കണ്ണു നിറച്ച് തലകുനിച്ച് നിന്നു. ഞാൻ പ്രഗ്നൻ്റ് അല്ല, അതിന് ചികിത്സയ്ക്ക് വന്നാ. ഗർഭിണിയാവാതിരിക്കുക ഓരോ തവണ മരുന്ന് കഴിക്കുമ്പോഴും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മറ്റൊരു വിവാഹശേഷം ഞാൻ പിന്നീട് മരുന്ന് കഴിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെ എനിക്കൊരു അമ്മയാവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാന പ്രതീക്ഷ എന്നുകൊണ്ട് ഇവിടെ ചികിത്സയ്ക്ക് വന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും മീര കരഞ്ഞുപോയി. നിന്നോട് ചെയ്തതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷയായത്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് നന്ദിയേ ഉള്ളൂ. കാരണം നീ പോയതുകൊണ്ടാണല്ലോ എനിക്കെൻ്റെ ലക്ഷ്മിനെ കിട്ടിയത്. മഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന രുദ്രനെ മീര വേദനയോടെ നോക്കി. ശരിയെന്നാ, ഞങ്ങൾ പോട്ടെ. ഒരുപാട് സമയങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഉള്ളിലുള്ളതേ ഒന്നല്ല രണ്ടുപേരാ. ഓടെ ബൈ എന്നും പറഞ്ഞ് മഹിയെ ചേർത്ത് പിടിച്ച് രുദ്രൻ തിരിഞ്ഞടന്നു. അത് കണ്ട് നിറഞ്ഞ കണ്ണോടെ മീര നോക്കി. താൻ സ്വയം വരുത്തി വെച്ച വിധിയാണ്, അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന ദിവസം വന്നെത്തി. മഹി ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തു. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. പ്രസവശേഷം 3 മാസം മഹി രുദ്രൻ നേരിച്ചോ എന്ന് കണ്ടിട്ടില്ല. പാത്തും പതുങ്ങിയും മഹിയുടെ മുറിക്കരികിൽ എത്തുമ്പോഴേക്കും മുത്തശ്ശിയുടെ കൈ മുതുകത്തി വീഴും. അതുകൊണ്ട് 4-ാം മാസമായപ്പോഴാണ് അമ്മയെയും കുഞ്ഞുങ്ങളെയും രുദ്രനരികിൽ കിട്ടിയത്. മുറിയിലേക്ക് കയറി വന്ന മഹിയെയും കുട്ടികളെയും കണ്ട് രുദ്രന്റെ കണ്ണു വിടർന്നു. ഇന്നു മുതൽ നീ നോയിക്കോണം നിന്റെ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും, കേട്ടോ? കേട്ടു. ഞാൻ നന്നായി നോക്കിക്കോളാം അമ്മ കേട്ടോ. ശ്രീദേവി അവിടുന്ന് പോയ നിമിഷം തന്നെ രുദ്രൻ വാതിലടച്ച് കുറ്റിയിട്ട് മഹിയുടെ അരികിലേക്ക് ചെന്നു. എന്നെ ലച്ചു, നീ ഇങ്ങനെ ചുവന്ന ഞാൻ എന്തു ചെയ്യും? 3 മാസത്തെ വിശപ്പുണ്ടടി. ദേവേട്ട വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? എനിക്ക് തരാനുള്ളത് തന്നോ, ഇല്ലെങ്കിൽ ഞാൻ തട്ടിപ്പറിച്ച് തിന്നു. നീ മക്കൾ ഉണരും കേട്ടോ. അതിനുമ്പ് താടി ഇങ്ങോട്ട്. ഏറെ പ്രണയത്തോടെ രുദ്രൻ മഹിയുടെ അധരം കവർന്നു. 3 മാസത്തെ മുഴുവൻ ദേഷ്യവും സങ്കടവും പരാതികളും ആ ചുമനത്തിലൂടെ അവർ തീർത്തു. കുട്ടികളുടെ ചടങ്ങിന് വേണുവും വന്നിരുന്നു. വേണു പറഞ്ഞാണ് ഹരിയുടെ കാര്യങ്ങൾ മഹി അറിഞ്ഞ്. എന്നാൽ അന്ന് ഇനി ഓർക്കേണ്ടെന്ന് വേണു മഹിയെ ഉപദേശിച്ചു. യാഷി രുദ്രദേവ്, യുവി രുദ്രദേവ് എന്നാണ് കുട്ടികൾക്ക് പേര് വെച്ചത്. അമ്മ ഞങ്ങൾ പോയിട്ട് വരാം, മക്കൾ ഉറങ്ങുക, നോയിക്കോണേ. ശരി മക്കളെ, പോയിട്ട് വാ. കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരും വഴിയാണ് വേണു രുദ്രനെ വിളിച്ച് ഹരിയുടെ കാര്യം പറഞ്ഞു. ശരി വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. എന്താ ദേവേട്ടാ? ഹരി നിന്നെ കൊണ്ടുപോകാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ വിവാഹം കഴിഞ്ഞൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇനി നേരിട്ട് അറിഞ്ഞോളൂ. ദേവേട്ടൻ വണ്ടി എടുക്ക്. വീട്ടിലെത്തിയതും കണ്ടു കുട്ടികളുടെ അരികിൽ നിൽക്കുന്ന ഹരിയെ. ആ നിമിഷം രുദ്രന്റെ കൈയെടുത്ത് തന്റെ തോളിൽ വെച്ച് വീടിനകത്തേക്ക് നടന്നു മഹി. ഒരു പുഞ്ചിരിയോടെ രുദ്രൻ മഹിയെ ചേർത്ത് പിടിച്ചു. ഹരിക്കുള്ള മറുപടി ഈ കാഴ്ച തന്നെയാണെന്ന് രണ്ടുപേരും ഉറപ്പിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന ഹരിയെ രണ്ടുപേരും ബാൽക്കണിയിൽ നിന്ന് കണ്ടു. ഈ ജന്മം എനിക്ക് വിധിച്ച എൻ്റെ ദേവേട്ടനാ. ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ജന്മവും എനിക്ക് എൻ്റെ ദേവേട്ടൻ മാത്രം മതി. നിറഞ്ഞ കണ്ണോടെ പറയുന്ന മഹിയെ രുദ്രൻ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിൽ കിടന്ന് കളിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നടന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.